بسم الله الرحمن الرحيم. تلك آيات الكتاب المبين إنا أنزلناه قرآنا عربيا لعلكم تعقلون نحن نقص عليك أحسن القصص بما أوحينا إليك هذا القرآن وإن كنت من قبله لمن الغافلين إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ഇസ്ലാമിക സാഹിത്യ രംഗത്ത് വ്യക്തമായ കയ്യൊപ്പ് ചാർത്തി പ്രസാധന രംഗത്ത് മുന്നേറ്റത്തിന്റെ പുതിയ ചുവടുകളുമായി ബദർ പബ്ലിക്കേഷൻസ്. പ്രസാധനത്തിനു പുറമെ നൂതന സാങ്കേതിക വിദ്യകളുമായി ബദർ TV ചാനൽ. ഇസ്ലാമിക സംസ്കാരവും ചരിത്ര സ്മൃതിയും ഉറങ്ങിക്കിടക്കുന്ന മക്കയിലേക്ക് ബദർ ഉംറ ഗ്രൂപ്പ്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലേക്ക് സിയാറത്ത് ടൂർ പാക്കേജ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളുമായി ബദർ ഓൺലൈൻ ചാനൽ. ബിസിനസ് രംഗത്ത് കാലിക കാഴ്ചപ്പാടുകളുമായി ബദർ പബ്ലിക്കേഷൻസ് കോഴിക്കോട് 4. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക BadarPublications.com. ബന്ധപ്പെടുക സുന്നി കൈരളിയുടെ മനസ്സറിഞ്ഞവർ. ബദർ പബ്ലിക്കേഷൻസ്, മർക്കസ് കോംപ്ലക്സ് അനെക്സ്, കോഴിക്കോട് 4. ഫോൺ 04952723 439 9249946233 9048128414. ഞങ്ങളുടെ ഓൺലൈൻ വിലാസം www.badar313.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الملك ائتوني به أستخلصه لنفسي فلما كلمه قال إنك اليوم لدينا مكين أمين. قال اجعلني على خزائن الأرض إني حفيظ عليم. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع أجر المحسنين ولأجر الآخرة خير للذين آمنوا وكانوا يتقون. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم يرحم الله أخي يوسف لو لم يقل اجعلني على خزائن الأرض لاستعمله من ساعته ولكنه أخر ذلك سنة. سيدنا رسول الله يا خير من دفنت بالقاء يعلمه فطاب من طيبهن القاع والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت الحبيب الذي ترجى شفاعته
على الصراط إذا ما زلت القدم فصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂസുഫിൻ്റെ വിശദീകരണത്തിലായി 3-ാം ദിവസത്തിലേക്ക് നാം ഈ പ്രവേശിക്കുന്ന പരിപാടി അവൻ പൊരുത്തപ്പെട്ട സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. മഹാത്മാക്കളായ അമ്പിയാക്കളുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ഈമാൻ അല്ലാഹു തആല സലാമത്താക്കി തരുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് അവരോടൊന്നിച്ച് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാൻ ഈ പരിപാടി അല്ലാഹു നിമിത്തമാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഖലാ, അവൻ്റെ തീരുമാനം എന്ന് പറയാം. നാം ഇവിടെ പരിചയപ്പെടുത്തി വരുന്നത് ഒന്ന് സിറിയയിലെ കൻആൻ എന്ന് പറയുന്ന പ്രദേശത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാമിനെയും സന്താനങ്ങളെയുമാണ്. പിന്നീട് അവർ മിസ്റിലേക്ക്, ഈജിപ്തിലേക്ക് വന്ന് അവിടെ താമസമുറപ്പിച്ചവരുമാണ്. മിസ്റിൽ നിന്നുള്ള 2 പ്രഗത്ഭരായ പണ്ഡിതന്മാരും കൻആൻ ഉൾക്കൊള്ളുന്ന ഷാമിൽ നിന്നുള്ള ഒരു പണ്ഡിതനും ആണ് ഈ സദസ്സിനെ ധന്യമാക്കി നമുക്ക് വേണ്ടി സൂറത്ത് യൂസുഫ് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയും പ്രാർത്ഥന നടത്തുകയും പ്രസംഗം നടത്തി അനുഗ്രഹിക്കുകയും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മഹാത്മാക്കളോടുകൂടി ഇനിയും ബന്ധപ്പെടാനും അവരുടെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞെത്തിയത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം രാജാവ് കണ്ട അത്ഭുതകരമായ സ്വപ്നത്തിന് ഹൃദ്യമായ രീതിയിൽ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ അത് വളരെ നന്നായി ബോധിച്ച രാജാവ് റയ്യാൻ ഇബ്നുൽ വലീദ് തൻ്റെ ദൂതന്മാരെ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ജയിലിലേക്ക് പറഞ്ഞ് അയച്ചിടത്താണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചത്. വളരെ സന്തോഷത്തോടുകൂടി അവരതാ ജയിലിലേക്ക് ചെല്ലുകയാണ്. പുതിയ ഉടയാടകളും എല്ലാ സൗകര്യങ്ങളുമായാണ് ഈ ദൂതന്മാർ ജയിലിലേക്ക് വന്നിട്ടുള്ളത്. വളരെ സന്തോഷത്തോടെ 12 വർഷത്തെ അകാരണമായ ജയിൽവാസത്തിനു ശേഷം വിമോചിതനായി കൊട്ടാരത്തിലേക്ക് പരിവാരങ്ങളോടൊന്നിച്ച് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആനയിക്കപ്പെടുന്ന രംഗം വളരെ സന്തോഷകരമായ രീതിയിൽ ഈജിപ്തുകാർ നോക്കിക്കാണുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലേക്ക് മഹാനവറുകളെ കൊണ്ടുപോയ രംഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് വിശദീകരിക്കുന്നത്. വഖാലൽ മലികു ഉതൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി, നിങ്ങൾ ഉടനെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ മോചിപ്പിച്ച് എൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരണം. അസ്തഖ്ലിസുഹു ലിനഫ്സി, എനിക്കു വേണ്ടി ഞാൻ അദ്ദേഹത്തെ ജയിലിൽ നിന്നും മോചിപ്പിക്കാൻ പോകുകയാണ്. എനിക്ക് ഈ മഹാവ്യക്തിത്വത്തെ ആവശ്യമുണ്ട്. 100 കണക്കായ പണ്ഡിതന്മാരും സ്വപ്നവ്യാഖ്യാനത്തിൻ്റെ കുലപതികളെന്ന് അവകാശപ്പെടുന്നവരും അവരോടൊരു ചോദ്യം ചോദിച്ചിട്ടൊരു സ്വപ്നം പറഞ്ഞു കൊടുത്തിട്ട് അത് പാഴിക്കിനാവാണെന്ന് പറഞ്ഞ് തള്ളിയവരാണ്. എന്നാൽ
ഈ കരുത്തുറ്റ ചെറുപ്പക്കാരൻ വളരെ വലിയ വിവരമുള്ളവനും പണ്ഡിതനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ വിമോചിപ്പിക്കുന്നു. ഇതാണ് രാജാവ് പറയുന്നത്. സാധാരണ ജയിലിൽ നിന്ന് തുറന്നുവിട്ട് പോണ വാട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ജയിൽ മോചനമല്ല. രാജാവ് തനിക്ക് വേണ്ടി ജയിലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാനാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ അല്ലാഹ് പറയുന്നു, ഫലമ്മാ കല്ലമഹു ഖാല ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ. മഹാനായ യൂസുഫ് നബി സ്വല്ലല്ലാഹു വസ്സലാമിനെ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവുമായതാ സുദീർഘമായി സംസാരിച്ചു. തൻ്റെ ജീവിതകഥകളുടെ പ്രധാന ഭാഗങ്ങളൊക്കെ രാജാവിനെ പരിചയപ്പെടുത്തി. രാജാവിന് നന്നായി ആളെ ബോധിച്ചു. ഉടനെ രാജാവ് പറഞ്ഞു, ഇന്നകൽ യൗമ ലദൈനാ മക്കീനുൻ അമീൻ. ഇന്നു മുതൽക്ക് താങ്കൾ നമ്മുടെ അടുക്കൽ ഉന്നത സ്ഥാനീയനാണ്. നിങ്ങൾക്ക് വലിയ പരിഗണനയുണ്ട്. നിങ്ങളുടെ കഴിവും ശേഷിയും എൻ്റെ രാഷ്ട്രത്തിന് ആവശ്യമുണ്ട് എന്ന് രാജാവ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ്. ഈ രാജ്യത്തിന് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം, അതാണ് നേരത്തെ രാജാവ് സ്വപ്നത്തിൽ കണ്ടത്. അതിനാണ് യൂസുഫ് അലൈഹി സ്വലാം വ്യാഖ്യാനം കൊടുത്തത്. സത്യമാണ്, വരുമെന്ന് ഉറപ്പാണ്. ഇതുകൊണ്ട് തന്നെ യൂസുഫ് നബിയോട് നിങ്ങൾക്ക് വലിയൊരു സ്ഥാനം ഞാൻ ഈ രാഷ്ട്രത്തിൽ തരും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് യൂസുഫ് അലൈഹി സ്വലാം സ്വാഭാവികമായും ആ രാജാവിനോട് ആവശ്യപ്പെട്ടു. എന്തിനു വേണ്ടി? ഒരു സ്ഥാനമോഹത്തിൻ്റെ പേരിലല്ല, വലിയ അധികാരം മോഹിച്ചുകൊണ്ടല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, ലാ തസ്അലിൽ ഇമാറ. നിങ്ങൾ ഒരിക്കലും ഒരു രംഗത്തും അധികാരം ചോദിച്ചു വാങ്ങരുത്. പള്ളി കമ്മിറ്റി ചേരുമ്പോൾ എന്നെ പ്രസിഡന്റാക്കണം, എന്നെ ജനറൽ സെക്രട്ടറി ആക്കണം, എന്നെ ഖജാൻജിയാക്കണം എന്ന് ആവശ്യപ്പെടാൻ പാടില്ല. ഇതുപോലെ ഒരു സംഘടനയുടെ കമ്മിറ്റി കൂടുമ്പോൾ അതിൻ്റെ ഉന്നതമായൊരു സ്ഥാനം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയോ അത് ചോദിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇതുപോലെ തന്നെയാണ് ഭരണരംഗത്തുള്ള സ്ഥാനം ചോദിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ നയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ ഉതീതഹ അം മസ്അല. അധികാരം ചോദിച്ചതിൻ്റെ പേരിലാണ് നിനക്ക് കിട്ടിയതെങ്കിൽ, അല്ലെങ്കിൽ കരുക്കൾ നീക്കി തന്ത്രപൂർവം നീ മറ്റുള്ളവരെ കൊണ്ടൊക്കെ നിന്റെ പേര് പറയിച്ചാണ് നീ തലപ്പത്ത് കയറിക്കൂടിയതെങ്കിൽ, വുകിൽത ഇലൈക്, നിന്റെ മേൽ അല്ലാഹു അങ്ങേൽപ്പിക്കും, നീ ഒന്ന് നടത്ത് കാണട്ടെ. അങ്ങനെ പല കമ്മിറ്റിക്കാരുണ്ട്. ജനറൽ ബോഡി കൂടുമ്പോൾ അവർക്ക് വലിയ വാശിയാണ്, സ്ഥാനമാനങ്ങൾക്ക് കടിപിടി കൂടും. അവർക്ക് അല്ലാഹുവിൻ്റെ റസൂല് പറയുന്നു, ദീനിനു വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അധികാരമോഹികൾക്ക് സഹായമുണ്ടാവുകയില്ല. നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഇൻ ഉതീതഹ ബിഗൈരി മസ്അല. നീ ചോദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാതെ ആളുകൾ പിടിച്ച് നിന്റെ തലയിൽ കെട്ടിവെച്ചു, നിങ്ങളാകണം സെക്രട്ടറി, നിങ്ങളാകണം പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നിന്റെ തലയിൽ വെച്ചതാണെങ്കിൽ, ആ ലഭ്യമായ അധികാരത്തിൽ അള്ളാന്റെ ഭാഗത്തു നിന്ന് നിനക്ക് സഹായമുണ്ടാകും. വമ്പിച്ച തോതിൽ ദീനിന് മുതൽ കൂട്ടുണ്ടാക്കുന്ന പ്രവർത്തനം നിങ്ങൾക്ക് നടത്താൻ കഴിയും. അത് വളരെ ഗുണകരമായി പര്യവസാനിക്കുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പൊതു നിയമത്തിനെതിരല്ല യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ചോദിക്കുകയാണ്. അള്ളാഹ് പറയുന്നു, ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർള് ഇന്നി ഹഫീദുൻ അലീം. യൂസുഫ് അലൈഹി സ്വലാമിന്റെ പക്വതയും ശേഷിയും കഴിവൊക്കെ കണ്ടപ്പോൾ, നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു സ്ഥാനം നമ്മളെ സമീപത്തുണ്ട് എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ, ഏതായാലും എനിക്കൊരു സ്ഥാനം തരാൻ പോകുകയാണല്ലോ, ആ സ്ഥാനം നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. രാജ്യം ദാരിദ്ര്യത്തിന്റെ പിടിയിലേക്ക് കൂപ്പുകുത്താൻ പോകുകയാണ്. അതുകൊണ്ട് സാമ്പത്തിക വിഷയം തന്നെ ഏറ്റെടുത്തുകൊണ്ട് രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതാണല്ലോ ഗുണകരമെന്ന് ചിന്തിച്ച് മഹാനവറുകൾ അവട്ടോട് ചോദിക്കുകയാണ്, ഇജ്അൽനി അലാ ഖസാഇനിൽ അർള്, ഈജിപ്തിന്റെ സാമ്പത്തിക കാര്യാലയം നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. ഇന്നി ഹഫീളുൻ അലീം, അതിൻ്റെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും എനിക്ക് വിവരമുണ്ട്. ഞാൻ അതിൻ്റെ കണക്കുകളും അതിൻ്റെ വിഷയങ്ങളൊക്കെ നന്നായി സൂക്ഷിച്ചു പോരുകയും ചെയ്യുമെന്ന് മഹാനവറുകൾ പറഞ്ഞു രാജാവിനോട്.
നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലെയുള്ള അമ്പിയാക്കൾക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. അവരെ സ്ഥാനത്തിരുന്നുകൊണ്ട് അവര് നേരിയ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വാക്കുപോലും അല്ലാഹു തആല ഗൗരവത്തോടെയാണ് കാണുക. ഹസനാത്തുൽ അബ്റാറി, സയ്യിആത്തുൽ മുഖറബീൻ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു. നല്ല ആളുകൾ നന്മയായി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തിന്മയായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ നിങ്ങൾ എന്നെ അധികാരമേൽപ്പിക്കൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അത്ര ഉചിതമായിരുന്നില്ല എന്നാണ് അള്ളാഹുവിന്റെ കാഴ്ചപ്പാട്. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, യർഹമില്ലാഹു അഖീ യൂസുഫ, എൻ്റെ സഹോദരനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹ് കരുണ ചെയ്യട്ടെ. ലൗലം യഖുൽ ഇജ്അൽനി അലാ ഖസാഇനിൽ അർള്, ഓ രാജാവേ, നിങ്ങൾ ഇവിടുത്തെ സാമ്പത്തിക മന്ത്രാലയം എന്നെ ഏൽപ്പിക്കണം എന്ന വാക്ക് ആ നേരത്ത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ലസ്തഅമലഹു മിൻ സാഅത്തിഹി, ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ടവരെ മന്ത്രിയാക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവിന്റെ മനസ്സിൽ അല്ലാഹ് തോന്നിപ്പിച്ചു കൊടുത്തു, ചോദിച്ച സ്ഥിതിക്ക് ഇപ്പം കൊടുക്കണ്ട. വലാകിന്നഹു അഖറ ദാലിക സന, ആ ഒരു വാക്ക് കാരണം ഒരു വർഷത്തേക്ക് അല്ലാഹു തആല അധികാരം കൊടുക്കുന്നത് പിന്തിച്ചു. അപ്പൊ രാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിയ ഉടനെ തന്നെ എന്താക്കിയില്ല, അധികാരം കൊടുത്തില്ല. കൊടുക്കാതിരിക്കാനുള്ള കാരണം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയതാണ്. അള്ളാഹുവിന്റെ തെർബിയത്ത്, അള്ളാഹുവിന്റെ നിയന്ത്രണം, ഇതാണ് അമ്പിയാക്കൾക്ക്. ആ രീതിയിൽ അവരെ സ്ഫുടം ചെയ്തുകൊണ്ടാണ് അള്ളാഹു തആല വളർത്തിക്കൊണ്ടുവരിക. അതുകൊണ്ട് അള്ളാഹു ഒരു വർഷം പിന്തിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയായപ്പോൾ അതാ നേരത്തെ സ്വപ്നത്തിൽ കണ്ട രീതിയിലുള്ള നല്ല ഒരു കാലഘട്ടം വരികയാണ്. 7 തടിച്ചു കൊഴുത്ത പശുക്കളാണല്ലോ കടലിൽ നിന്ന് കയറി വരുന്നത് കണ്ടത്. അതിനെയാണ് 7 ക്ഷേമവർഷമായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിച്ചത്. ആ രീതിയിലുള്ള നല്ല ഒരു കാലഘട്ടം, നന്നായി മഴ പെയ്യുന്നു, നല്ല കാലാവസ്ഥ, ഇഷ്ടം പോലെ വിഭവങ്ങളെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ അന്തരീക്ഷം ഉരുണ്ടുകൂടി വരുമ്പോൾ രാജാവ് ചിന്തിക്കുകയാണ്, ഇനി നമുക്ക് ഏറ്റവും നല്ലത് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള യൂസുഫിനെ തന്നെ നമുക്ക് അധികാരത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ചുകൊണ്ട് അതാ രാജാവ് അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭരണസാരഥ്യം ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം വലിയ ഒരു സ്വീകരണത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സാമ്പത്തിക ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. ആദ്യമായി ഒരൊന്നാം തരം കിരീടം ധരിപ്പിച്ചു, മേത്തരം വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഒരു വലിയ പരിവാരത്തോട് ഒന്നിച്ച് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊട്ടാരത്തിലേക്ക് വരവേൽക്കുകയാണ്. രാജാവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഒരു വലിയ കട്ടിലിൽ ഇരുത്തുകയാണ്. ഇരുത്തിയതിന് ശേഷം ബഹുമാനപ്പെട്ടവരെന്താ പറയുന്നത് നമ്മൾ നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാഴ്ചപ്പാടുകളാണ്, അത്ഭുതപ്പെട്ടു പോകും. നേരത്തെ അടിമയായി ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹി സ്വലാം താമസിച്ചത് ആരുടെ കൊട്ടാരത്തിലാണ്? അന്നത്തെ ധനകാര്യ മന്ത്രിയായ ഖിത്ഫീർ അൽ അസീസ് എന്ന പേരിൽ വിളിക്കപ്പെടുന്ന മന്ത്രിയുടെ കൊട്ടാരത്തിൽ അടിമയായി താമസിച്ച കുട്ടിയാണ് യൂസുഫ് അലൈഹിസ്സലാം. ഈ ഗംഭീരമായ ചടങ്ങിൽ വെച്ച് രാജാവ് ആദ്യമായി ചെയ്യുന്നത് എന്താണ്? ഇന്നുവരെ ധനകാര്യമന്ത്രിയും മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യജമാനനുമായ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയാണ്. അതിനുശേഷം തന്റെ യജമാനൻ നേരത്തെ നിലകൊണ്ട ഈ ധനമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിയോഗിക്കുന്നു. ഇനി നേരെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതം ഉയർച്ചയിലേക്ക് പോകുകയാണ്. ഇതുവരെ നമ്മൾ കേട്ടത് ഒന്നിനു പിറകെ ഒന്നായി ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളുടെയും പ്രാരാബ്ദങ്ങളുടെയും വേദനയുടെയും കഥകളായിരുന്നു യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചുണ്ടായിരുന്നതെങ്കിൽ ഇനി സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് അങ്ങോട്ട് വരാനുള്ളതെല്ലാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു,
ഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു പൊതുതത്വമാണ് അള്ളാഹു പ്രഖ്യാപിച്ചു. ഏതൊരാളുടെയും ജീവിതത്തിൽ അള്ളാഹ് പ്രയാസം തരും. ഒരു പ്രയാസത്തിന്റെ പിറകെ ക്ഷമിക്കുന്ന ആളുകൾക്ക് 2 എളുപ്പം അള്ളാഹ് കൊടുക്കും. 1-ന് 2 എന്ന തോതിലാണ്. ഒരു പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനെ മറക്കാതെ ഇത് അള്ളാന്റെ പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായാൽ അതിൻ്റെ പിറകെ നമുക്ക് വലിയ നന്മകൾ അള്ളാഹു തരും. അത് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ചിന്തിക്കണം. സാമ്പത്തികമായ തകർച്ചയാവട്ടെ, കുടുംബത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ മരണമാകട്ടെ, അതല്ലെങ്കിൽ വിവാഹം വൈകിപ്പോകുക എന്നതുപോലുള്ള പ്രതിസന്ധികളാകട്ടെ, ഏത് വിഷയമാവട്ടെ, അതിലൊക്കെ നാം വളരെ ക്ഷമയോടുകൂടെയും സന്തോഷത്തോടുകൂടെയും അള്ളാഹുവിൻ്റെ ഖളാ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന മനസ്സോടെ നമ്മൾ അതിനെ നേരിട്ടാൽ തീർച്ചയായും അത്തരക്കാർക്ക് അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഈ സഹിച്ച പ്രയാസങ്ങൾക്ക് എത്രയോ ഇരട്ടി സന്തോഷം പിന്നീട് കൊടുക്കും. യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു അങ്ങനെയാണ് ഇനി മുതൽക്ക് കൊടുക്കാൻ പോകുന്നത്. തൻ്റെ യജമാനനെ തൽസ്ഥാനത്തു നിന്ന് നീക്കി ആ സ്ഥാനത്ത് മന്ത്രിയായി അവരോധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സംബന്ധിച്ച് പറഞ്ഞു, വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർള്. ഇപ്രകാരം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് മിസ്റിന്റെ മണ്ണിൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തു. യതബവ്വഉ മിൻഹാ ഹൈസു യശാ. നേരത്തെ ഒരടിമയായി യജമാനൻ പറഞ്ഞെടുത്ത് യജമാനത്തി പറയുന്നു, ഉടയാട മാറ്റി വേഗം ഉടുത്തൊരുങ്ങണം, ഈ പെണ്ണുങ്ങളെ മുമ്പിൽ നിന്നു കൊടുക്കണം. ഈ രീതിയിൽ ഒരു മഹാവ്യക്തിത്വത്തെ കുരങ്ങ് കളിപ്പിച്ചിരുന്നു. ആ നേതാവിന് അല്ലാഹു തആല വലിയ സ്ഥാനം കൊടുത്തുകൊണ്ട് പറയുന്നത് യതബവ്വഉ മിൻഹാ ഹൈസു യശാ. ഈജിപ്ത് പട്ടണത്തിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ആ രാഷ്ട്രത്തിന്റെ ഏത് മുക്കുമൂലയിലും മഹാനവറുകൾക്ക് സഞ്ചരിക്കാം. നുസീബു ബിറഹ്മത്തിനാ മൻ നശാ. ഇത് എന്റെ കാരുണ്യം നാം ഉദ്ദേശിച്ചവർക്ക് നമ്മൾ നൽകുകയാണ്. വലാ നുളീഉ അജ്റൽ മുഹ്സിനീൻ. നന്മ ചെയ്യുന്നവരുടെ പ്രവർത്തനം പ്രതിഫലം നമ്മൾ പാഴാക്കി കളയുകയില്ല, അത് അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും. ജീവിതം ഒരു പരീക്ഷയാണ്, ഇത് നമ്മൾ തിരിച്ചറിയണം. പല രീതിയിലും അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. ദുഃഖം തന്നുകൊണ്ടും സന്തോഷം തന്നുകൊണ്ടും ഏത് രീതിയിൽ ആകുമ്പോഴും ഇത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നേരിട്ടാൽ അതിൻ്റെ അവസാനം അള്ളാഹു വീണ്ടും നമുക്ക് സന്തോഷം തരുമെന്നതാണ്. അങ്ങനെ മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അധികാരം ഏറ്റെടുത്തതോടെ മഹാനവറുകൾ ജനങ്ങളെ വിളിച്ചുകൂട്ടി. അതാ കൃഷിയെ സംബന്ധിച്ച് വിശദമായ പഠനമാണ്. എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി. കൃഷി ഇറക്കുന്നതിന്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കാർഷിക വൃത്തിക്ക് നൽകിയ പ്രോത്സാഹനം ചെറുതല്ല. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഒരു മരം ഒരു മനുഷ്യൻ കുഴിച്ചിട്ടാൽ ആ മരത്തിൽ ഒരു ഫലമുണ്ടായി, അത് അണ്ണാൻ വന്നു തിന്നു, പക്ഷികൾ വന്നു കൊത്തി തിന്നു, അങ്ങനെ നിരവധി ജീവജാലങ്ങൾ അവൻ കുഴിച്ചിട്ട് ഒരു മാവിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ മാവിൻ തൈ കുഴിച്ചിട്ടവന്റെ ഖബറിലേക്ക് ഹസനാത്തുകളായി വരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാർഷിക വൃത്തി എന്നത് ഇസ്ലാം ഏറ്റവും നല്ല തൊഴിലുകളുടെ കൂട്ടത്തിൽ എണ്ണിയ ഒരു ജോലിയാണ്. കർഷകർക്ക് വലിയ സ്ഥാനമുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തി. ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളെ കേരളീയർ പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് കൃഷിയില്ല. നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ മണ്ണിട്ട് തൂർത്ത് അവിടെയൊക്കെ നമ്മൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ദുരിതം നമ്മൾ അനുഭവിക്കാനിരിക്കുന്നു. അല്ലാഹു അവന്റെ ആപത്തുകൾ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരമാവധി കൃഷിഭൂമിയുള്ളവർ അത് ഉപയോഗിക്കണം. യൂസുഫ് അലൈഹിസ്സലാം എല്ലാവർക്കും പ്രോത്സാഹനം കൊടുത്തു. അങ്ങനെ നാട്ടിലുടനീളം നല്ല ഗോഡൌണുകൾ നിർമ്മിച്ചു. നേരത്തെ സ്വപ്നത്തിൽ ദർശിച്ചതുപോലെ നന്നായി വിളവുണ്ടാകുകയാണ്. ആ വിളവുകളെല്ലാം അതിൻ്റെ കതിരുകളിൽ തന്നെ ശേഖരിച്ചുകൊണ്ട് വലിയ വലിയ ഗോഡൌണുകളിൽ സംഭരിച്ചു വെക്കുന്ന പരിപാടിയാണ് മഹാനവറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനക്ഷേമകരമായ പ്രവർത്തനത്തിന് മറ്റുള്ള മന്ത്രിമാർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സജീവമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സൂചിപ്പിച്ചത്, യതബവ്വഉ മിൻഹാ ഹൈസു യശാ. എങ്ങനെയാണ് ഭരണാധികാരികൾ ജനങ്ങളോട് പെരുമാറേണ്ടത്? അവർ ചില്ലുകൊട്ടാരത്തിലിരുന്നോ
ബുള്ളറ്റ് പ്രൂഫ് കാറിലിരുന്നോ അല്ല ഭരണം നടത്തേണ്ടത്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭരണം നടത്തണം. ജനക്ഷേമങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം നാട്ടിലൂടെ നീളം ഇറങ്ങി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതാ നേരത്തെ തൻ്റെ യജമാനൻ, ആ യജമാനൻ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സലീഹ. അവരൊന്നും പിന്നെ മന്ത്രിസ്ഥാനം പോയാൽ പിന്നെ ആ കൊട്ടാരത്തിൽ അവരുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അവരൊക്കെ ഇപ്പോൾ സാധാരണ ആളുകളാണ്, നാട്ടുംപുറത്ത് ജീവിക്കുന്ന സാധാരണ സിവിലിയന്മാരായി അവരൊക്കെ മാറി. അന്നൊരിക്കൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്ത് പട്ടണത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, തൻ്റെ പ്രജകളെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോഴതാ പ്രായമായൊരു ഉമ്മ നിൽക്കുന്നു. ആ ഉമ്മ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. പതുക്കെ അടുത്തു വന്നുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ മുഖത്ത് നോക്കാതെ നിലത്തേക്ക് നോക്കിക്കൊണ്ടവർ പറയുകയാണ്, കാലം പോയ പോക്ക് കണ്ടില്ലേ, രാജാക്കന്മാരും മന്ത്രിമാരുമൊക്കെ അടിമകളെ പോലെ ജീവിക്കുന്നു, അടിമകളെല്ലാം രാജാക്കന്മാരെ പോലെ ജീവിക്കുന്നു, കാലം പോയ പോക്ക് കണ്ടില്ലേ എന്ന് ഒരു ഉമ്മ ഇങ്ങനെ നിലത്തു നോക്കി പറഞ്ഞപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ ആവശ്യം പറഞ്ഞോളൂ. അപ്പൊ ഉമ്മ ചോദിച്ചു, എൻ്റെ ആവശ്യം പറഞ്ഞ് ഞങ്ങൾ നടപ്പിലാക്കി തരുമോ? ആ, നടപ്പിലാക്കി തരാം ഇൻഷാ അല്ലാഹ്. എന്നാൽ എൻ്റെ ആവശ്യം നിങ്ങൾ എന്നെ വിവാഹം ചെയ്യണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, കിളവിയായ ഒരു പെണ്ണ് യൂസുഫ് അലൈഹി സ്വലാമിനോട് പറയുന്നു, നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം, അവരാഗ്രഹമാണ്. ഒന്നുകൂടി യൂസുഫ് നബി സ്വലാം സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇതാളാരാണെന്നറിയുമോ? യൂസുഫ് നബി സ്വലാമിനെ ചുറ്റിപ്പറ്റി വളരെ കാലം നടന്നിട്ടുള്ള മഹദിയായ ബീബി സുലൈഖ. അവൾ ഇന്നൊരു ഉമ്മാമയാണ്, പ്രായം ചെന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരത്തിൽ നിന്നൊക്കെ പുറത്തു കടന്നതോടുകൂടി പഴയകാലത്തെ പ്രൗഢിയൊന്നുമില്ല, ശരീരത്തിന് തളർച്ച ബാധിച്ചിട്ടുണ്ട്, പ്രായത്തോട് അടുക്കുകയാണ്. ആ സമയത്താണ് അവര് പിന്നെ ഓല മനസ്സുന്നത് പോയിട്ടില്ല, നിങ്ങൾ എന്നെ കെട്ടണം എന്നാ പറയണം. യൂസുഫ് നബി സ്വലാം ചോദിച്ചു, ഇത്രയും പ്രായമായ നിങ്ങളെയാണോ ഞാൻ കല്യാണം കഴിക്കേണ്ടത്? ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കതാ നസലൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, നബിയേ, നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ അള്ളാന്റെ സമ്മതമുണ്ട്. ഈ വിവരം ആരറിയുന്നു? രാജാവ് അറിയുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് രാജാവിന്റെ കാർമ്മികത്വത്തിൽ തന്നെ സലീഹയെ ഭാര്യയാക്കി കൊടുക്കുന്നു. യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലേക്ക് സലീഹ കടന്നു വരികയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, കിളവിയായി റോട്ടിലൂടെ നടന്ന ആ സലീഹയത അല്ലാഹുവിന്റെ പ്രത്യേക തീരുമാനമനുസരിച്ച് നേരത്തെ കൊട്ടാരത്തിൽ താമസിച്ച രാജാത്തിയുടെ പ്രൗഢിയും സൗന്ദര്യവും വീണ്ടെടുത്തിരിക്കുകയാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനു വേണ്ടി അല്ലാഹു മഹദി അവറുകളെ രണ്ടാമത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു, പഴയ എല്ലാ പ്രൗഢിയും നിലനിന്നുകൊണ്ട്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലേക്ക് സലീഹ കടന്നു വരികയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ഫലമ്മാ ദഖല യൂസുഫ് അലൈഹ ഖാല ലഹാ, കല്യാണത്തിന്റെ രാത്രിയിൽ തന്റെ ഭാര്യയായ സലീഹയുടെ സമീപത്തേക്ക് കടന്നു വന്നുകൊണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അലൈസ ഹാദാ ഖൈറും മിമ്മാ കുന്തി തുരീദീൻ? ഓ സലീഹ, പണ്ട് നീ എന്നോട് ആവശ്യപ്പെട്ടതിനേക്കാൾ ഖൈർ ഇതല്ലേ? അന്ന് നീ ചോദിച്ചത് ഹറാമായ മാർഗത്തിലൂടെയുള്ള ബന്ധമല്ലേ? ഇന്ന് നമ്മൾക്ക് ഹലാലായല്ലോ, ഇതല്ലേ നല്ലത്? എന്തിനാണ് നീ അന്ന് ആ ഹറാമിനൊക്കെ ഏർപ്പെട്ടത്? സലീഹയോട് വളരെ സ്നേഹത്തോടെ യൂസുഫ് അലൈഹി സ്വലാം ചോദിച്ചപ്പോൾ കാലത്ത് മഹദി പറഞ്ഞത്, അയ്യുഹസ്സുദ്ദീഖ്, ഓ സത്യസന്ധനേ, ലാ തലുംനീ, ഇനി നിങ്ങൾ എന്നെ അതിന്റെ പേരിൽ ആക്ഷേപിക്കരുത് കേട്ടോ. എന്റെ സാഹചര്യം നിങ്ങളൊന്നും അറിയണം. ഫഇന്നീ കുന്തു ഇംറഅത്തൻ ഹസനാഅ നാഇമ, വളരെ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന, സൗകര്യത്തോടെ ജീവിക്കുന്ന, സൗന്ദര്യമുള്ള ഒരു പെണ്ണായിരുന്നുവല്ലോ ഞാൻ. കമാഥറ, അത് നിങ്ങൾക്ക് കണ്ടതല്ലേ.
ഫീ മിൽകിൻ വദുന്യൻ, ഞാനാണെങ്കിൽ വലിയ അധികാരമുള്ള ആളാണ്, ഭൗതികമായ ശേഷി എമ്പാടുമുള്ള ആളാണ്. എന്നാൽ വകാന സ്വഹിബി ലാ യഅതി നിസാ, അന്നത്തെ എൻ്റെ ഭർത്താവ് അസീസ് എന്ന മന്ത്രിക്കാകട്ടെ സ്ത്രീകളോട് വൈകാരികമായി വലിയ താല്പര്യമൊന്നുമുള്ള ആളും ആയിരുന്നില്ല. ഞാനാണെങ്കിൽ വലിയ ശാരീരിക ശേഷിയും സൗന്ദര്യവുമെല്ലാമുള്ള പെണ്ണും. അതോടൊപ്പം വകുന്ത കമാ ജഅലകല്ലാഹു ഫീ ഹുസ്നിക വഹൈഅതിക, നിങ്ങളാകട്ടെ ഈ കാണുന്ന പ്രൗഢിയും സൗന്ദര്യവും രൂപവും എല്ലാം അള്ളാഹു നിങ്ങൾക്കും തന്നിട്ടുണ്ട്. ഫഗലബത്നി നഫ്സി, ആ സാഹചര്യത്തിൽ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാതെ പോയതുകൊണ്ട് സംഭവിച്ചു പോയതാണിതൊക്കെയും. എന്നാൽ അള്ളാഹു നിങ്ങളെ കാത്തുരക്ഷിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയും അത് ഓർമ്മയാക്കി എന്നെ വേദനിപ്പിക്കരുത്. എൻ്റെ അന്നത്തെ സാഹചര്യം ഉൾക്കൊണ്ട് നിങ്ങൾ അത് മറന്നുകളയണമെന്ന് സലീഹയദാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു. പണ്ഡിതന്മാര് പറഞ്ഞു, ഈ ദാമ്പത്യത്തിൽ 2 മക്കളുണ്ടായി. അതിലൊന്നാണ് ഇഫ്രാസീം എന്ന് പറഞ്ഞ കുട്ടി, രണ്ടാമത്തേത് മൈഷ എന്ന് പറഞ്ഞ കുട്ടി. ഇങ്ങനെ 2 കുട്ടികൾ സലീഹയിലൂടെ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി. സലീഹയെ യൂസുഫ് അലൈഹി സ്വലാം വിവാഹം ചെയ്യുന്നത് 40-ാം വയസ്സിലാണെന്നും മറ്റു ചില പണ്ഡിതന്മാർ 80-ാം വയസ്സിലാണെന്നും പറഞ്ഞിട്ടുണ്ട്. സലീഹക്കന്ന് അതിനേക്കാൾ കൂടുതൽ പ്രായമുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരു യുവതിയാക്കി യൂസുഫ് അലൈഹി സ്വലാമിന്റെ മുമ്പിൽ രണ്ടാമത് പുനഃക്രമീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏതായിരുന്നാലും യൂസുഫ് അലൈഹി സ്വലാം ഇതോടുകൂടി രാജപദവിയിലേക്ക് ഉയരുകയും വലിയ മന്ത്രിയാകുകയും പഴയകാലത്ത് തൻ്റെ സ്ഥാനത്തിരുന്ന തൻ്റെ യജമാനനായിരുന്ന ആ ആളുടെ സ്ഥാനത്ത് ഇന്നിരിക്കുകയും അന്ന് യജമാനന്റെ ഭാര്യയായിരുന്ന തന്നെ ശല്യം ചെയ്യാൻ വന്ന സലീഹ ഹലാലായ മാർഗത്തിലൂടെ ഭാര്യയുമായി സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ. അങ്ങനെ അതാ ക്ഷേമകാലം അത് 7 വർഷം പൂർത്തിയായി. 7 വർഷം പൂർത്തിയായതോടുകൂടി പിന്നീട് വരൾച്ചയുടെ കാലം വരികയാണ്. നേരത്തെ സ്വപ്നത്തിൽ കണ്ടതോട് പോലെ ആ വരൾച്ച ലോകത്തുടനീളം പിടികൂടി. ആരും ഇങ്ങനെ ഒരു ഗംഭീരമായ വരൾച്ചയെ പ്രതീക്ഷിച്ചതല്ല. ഈജിപ്തിൽ മാത്രം മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാന്നിധ്യം കൊണ്ടാണ് ഇത് തിരിച്ചറിയാനായത്. അതുകൊണ്ട് പരിസരത്തുള്ള രാഷ്ട്രങ്ങളിലെല്ലാം ക്ഷാമം കൊടികുത്തി വാഴുകയാണ്. എല്ലാവരും പ്രയാസപ്പെട്ടു. ഭക്ഷണമില്ല, ഒരു തുള്ളി മഴയില്ല, മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മനുഷ്യരുടെ കയ്യിൽ കാശില്ല, ജോലിക്ക് പോകാൻ ആരോഗ്യമില്ല. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്തോടെ ഈജിപ്തുകാർക്ക് പ്രയാസമല്ല, ധാരാളം വിഭവങ്ങൾ അവർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ വീട്ടുകാർക്കും റേഷൻ ഏർപ്പെടുത്തി. വീട്ടിൽ നിന്ന് ആളുകൾ സഞ്ചിയും പാത്രവുമായി കൊട്ടാരത്തിലേക്ക് വരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലതാ ആളുകൾക്ക് അരിയും മറ്റ് ധാന്യങ്ങളും ഇങ്ങനെ അളന്നു കൊടുക്കുന്നു. എല്ലാവർക്കും സന്തോഷമായി. യൂസുഫ് അലൈഹി സ്വലാമിനെ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചകമേറ്റി. എല്ലാവർക്കും സന്തോഷമായി. അദ്ദേഹം പ്രവചിച്ചത് അതേ രീതിയിൽ വന്ന അനുഭവം കൂടെ ഉണ്ടായപ്പോൾ വല്ലാത്തൊരു സ്നേഹം യൂസുഫ് അലൈഹി സ്വലാമിനോട് നാട്ടുകാർക്കുണ്ടാകുകയാണ്. അങ്ങനെ അതാ ഈ ക്ഷാമം അയൽരാഷ്ട്രങ്ങളിലേക്കൊക്കെ വ്യാപിച്ചതോടുകൂടി ആരോ പറഞ്ഞ വാർത്ത കൻആനിലുമെത്തി. ഈജിപ്തിലെ അസീസ് രാജാവ് ജനങ്ങൾക്കൊക്കെ ധാരാളം ധാന്യം കൊടുക്കുന്നുണ്ട്. തുച്ഛമായ വില കൊടുത്താൽ അവിടെ ധാന്യം കിട്ടാനുണ്ട്, വേറെ എവിടെയും ഇല്ല എന്ന വാർത്ത കൻആനിലും എത്തിയപ്പോൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരും ചിന്തിച്ചു, നമുക്കുമൊന്ന് പോയി നോക്കിയാൽ എന്താ? ഈജിപ്തിലെ ഭരണാധികാരി നമ്മളെ കയ്യിലുള്ള ചില്ലറ പൈസയായിട്ട് നമുക്ക് പോകാം, അരി കിട്ടിയാൽ ഗോതമ്പ് കിട്ടിയാൽ കൊണ്ടുവരാലോ എന്ന് ചിന്തിച്ച് അവരതാ പോകാൻ ഒരുങ്ങുകയാണ്. അവർക്കറിയില്ല ആരാണ് അവിടുത്തെ രാജാവ്, എന്താണ് അവിടുത്തെ സ്ഥിതിയൊന്നും അറിയില്ല. ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ കുടുംബം ധാന്യം തേടിക്കൊണ്ട് ഈജിപ്തിലേക്ക് യാത്ര പോകുകയാണ്. അങ്ങനെ അതാ 80 ഫർസഹോളം ദൂരമാണ് ഈ 2 രാജ്യങ്ങൾക്കും ഇടയിലുള്ളത്. അത് താണ്ടിക്കടന്നുകൊണ്ട് അവര് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് തിരിച്ചറിയാതെ ഈജിപ്തിലെ ഭരണാധികാരിയുടെ സമീപത്തേക്ക് ധാന്യത്തിന് വേണ്ടി ചെല്ലുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്,
വജാഅ ഇഖ്വത്തു യൂസുഫ ഫദഖലു അലൈഹി ഫഅറഫഹും വഹും ലഹു മുൻകിറൂൻ. അരിക്ക് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നവരെ കൂട്ടത്തിൽ അതാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരും ഫദഖലു അലൈഹി, യൂസുഫ് അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ അരി അളന്നു കൊടുക്കുമ്പോൾ അവിടേക്ക് കടന്നു വരുന്നു. തന്നെ 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കിണറിലേക്ക് വലിച്ചെറിഞ്ഞ് ക്രൂരത കാണിച്ച സ്വന്തം മിക്കാക്കമാർ തൻ്റെ മുമ്പിൽ സഞ്ചിയുമായി അരി തേടി വന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മൾ എത്ര ആളുകളെ അടിച്ചു താഴ്ത്താൻ ശ്രമിച്ചാലും, നമ്മളെ എതിരാളികളെ ഇകഴ്ത്താൻ ശ്രമിച്ചാലും, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ബോധം നമുക്ക് വേണം. നാം താഴ്ത്താൻ ശ്രമിക്കുന്നവർ ഒരുപക്ഷെ റബ്ബർ പന്ത് ഭൂമിയിലേക്ക് എത്ര ശക്തിയോടെ നമ്മൾ എറിയുന്നുവോ അതുപോലെ അത് പൊങ്ങാറാണല്ലോ പതിവ്. നമ്മളല്ല ഒരാളെ താഴ്ത്തുന്നവൻ, നമ്മളല്ല ഒരാളെ പൊക്കുന്നവൻ. ഈ വിശ്വാസം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. നിസ്കാര ശേഷം നമ്മൾ പറയാറില്ലേ, അല്ലാഹുമ്മ ലാ റാദ്ദ ലിമാ ഖളൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ മുബദ്ദില ലിമാ ഹകംത. പടച്ചവനെ, നീ തീരുമാനിച്ചതിനെ തടുക്കാൻ ഒരാൾക്ക് കഴിയില്ല, നീ കൊടുക്കുന്നതിനെ തടയാൻ ഒരാൾക്ക് കഴിയില്ല, നീ തടഞ്ഞതിനെ കൊടുക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ല. എല്ലാ ശക്തിയും നിനക്ക് മാത്രമാണുള്ളത്. ഇത് നമ്മൾ അനുഭവത്തിലൂടെ കാണുകയാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇക്കാക്കമാർ സഞ്ചിയും പിടിച്ചു നിൽക്കുമ്പോൾ അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നു, ഫഅറഫഹും, ഇക്കാക്കമാരെ പെട്ടെന്ന് തന്നെ യൂസുഫ് അലൈഹിസ്സലാം തിരിച്ചറിഞ്ഞു. വഹും ലഹു മുൻകിറൂൻ. എന്നാൽ ഇക്കാക്കമാർ യൂസുഫ് അലൈഹിസ്സലാമിനെ തിരിച്ചറിഞ്ഞില്ല. എന്തേ കാരണം? ഒന്ന്, വളരെ ചെറുപ്പത്തിലാണ് കിണറിലേക്ക് എറിഞ്ഞത്, അതിനുശേഷം ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ഒന്ന്. രണ്ടാമത്, യൂസുഫ് അലൈഹിസ്സലാം വലിയ കിരീടമൊക്കെ ധരിച്ച് പ്രത്യേകമായ പ്രൗഢിയോടുകൂടി ഒരു മന്ത്രിയുടെ ഗെറ്റപ്പിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന ഒരാളെ കണ്ടപ്പം സ്വാഭാവികമായും ഒരിക്കലും ഇത് യൂസുഫ് ആകാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിലല്ലേ അങ്ങോട്ട് ചിന്തിക്കുക. അല്ലാഹു തആല മറപ്പിച്ചു എന്ന് പറയാം. ഒരു നിലക്കും അവരെ മനസ്സിലേക്ക് ഇത് യൂസുഫാണോ എന്നൊരു ചിന്ത വന്നില്ല. അവര് ഏതോ പ്രമുഖനായ രാജാവാണ് എന്ന് കരുതി വന്നതാണ്. എന്നിട്ടതാ അവിടെ വെച്ച് ഇവരെ കണ്ടതോടെ യൂസുഫ് അലൈഹിസ്സലാം ഇവരോട് വിവരമൊന്നും പറഞ്ഞില്ല, ആരാണ് എന്തൊന്നും ചോദിച്ചില്ല. പക്ഷേ വിദേശികളാണെന്ന് അറിഞ്ഞ ഒരു ഭാവം കാണിച്ചുകൊണ്ട് പ്രത്യേകം അവരെ വിളിച്ചു. ഈജിപ്തുകാരല്ല, നിങ്ങൾ എവിടുന്നാ വരുന്നത്? അവര് പറഞ്ഞു, ഞങ്ങൾ കൻആനിൽ നിന്ന് വരികയാണ്. കൻആനിൽ എന്ന് പറഞ്ഞത് ഒരു ഉൾപ്രദേശമാണ്, ഒരു ഗ്രാമപ്രദേശമാണ്. ഞങ്ങൾ ആടിന് മേച്ച് ജീവിക്കുന്നവരാണ്. വളരെ പ്രയാസം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ കാര്യമായി ഞങ്ങളോട് സഹകരിക്കണം എന്നൊക്കെ താണ് വീണ് പറയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഇവർക്ക് നല്ല ഒരു സൽക്കാരം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഇവര് തന്നെ ഞെട്ടിപ്പോവാണ്. നമ്മളെന്തോ ചെയ്യാൻ വേണ്ടിയാണോ കൊണ്ടുപോകണം? കാരണം അങ്ങനെ ഉണ്ടല്ലോ, എങ്ങനത്തെ ഒരു സ്വീകരണം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഏതോ ഒരു പാവപ്പെട്ട ആൾ യാചിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മളയാളെ, അല്ല നിങ്ങൾ വരി ഇരിക്കിന്ന് പറഞ്ഞ് നമ്മൾ സ്വീകരണ മുറിയിലേക്ക് വിളിച്ചാൽ ഈ യാചകൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരൊറ്റ ഓട്ടയിക്കും. കാരണം ഇത് എന്നെ എന്തോ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണെന്ന്. അയാൾ പ്രതീക്ഷിക്കുന്ന എന്താ? ഒരു 2 റുപ്യ അവൻ നമ്മളെ കയ്യിൽ വെച്ചിരുന്ന. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്വീകരണം കണ്ടാൽ ബേജാറാവുമല്ലോ, എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന വിചാരിക്കുക. എന്നതുപോലെ ഈ രാജാവിൻ്റെ വശ്യമായ പെരുമാറ്റവും സ്വീകരണവും ഒക്കെ കണ്ടപ്പോൾ ഇവരെന്നെ സംശയിച്ചു, നമുക്ക് എന്തെങ്കിലും ആപത്ത് വരാൻ പോകുന്നുണ്ടോ, എന്താ ഇപ്പം ഇതിൻ്റെ പിന്നിലുള്ളത്? അങ്ങനെ ശങ്കിച്ച് നിൽക്കുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി നല്ല ആഹാരം റെഡിയാക്കി. ആഹാരമൊക്കെ വിളമ്പി വെച്ച് 10 മക്കൾ ഒന്നിച്ചാ വന്നത്. ബിന്യാമീനെ വാപ്പ വിട്ടിട്ടില്ല. യൂസുഫ് അലൈഹിസ്സലാമിന്റെ വേർപാടുണ്ടായത് മുതൽ അല്പമെങ്കിലും ശാന്തിയും സ്വസ്ഥതയും കിട്ടുന്നത് ബിന്യാമീനെ കാണുമ്പോഴാണ്. അതുകൊണ്ട് 10 കുട്ടികളെയാണ് അരി വാങ്ങാൻ പറഞ്ഞയച്ചത്. ഒരാൾക്ക് ഇത്ര എന്ന തോതിലാണ് അരി കൊടുക്കുക. ആളെ എണ്ണം കണ്ടാണ് റേഷനാണ്, അല്ലാത്തവർക്ക് അരിയില്ല. ആള് വന്നില്ലെങ്കിൽ അരി കൊടുക്കൂല. 10 കുട്ടികളും വന്നു. 10 പേർക്കുമുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇവർക്ക് നല്ല സദ്യ നൽകി. രാത്രി ഉറങ്ങാൻ നല്ല സൗകര്യം ഒരുക്കി കൊടുത്തു. അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് മഹാനവറുകൾ ചോദിക്കുകയാണ്,
നിങ്ങൾ എത്ര കുട്ടികളാണ്? അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ വാപ്പാക്ക് മൊത്തം 12 ആൺകുട്ടികളുണ്ട്. 10 ഞങ്ങള് ഒരു ഉമ്മയിലും വേറെ 2 വേറൊരു ഉമ്മയിലുമാണ്. ആ ഉമ്മയിലുള്ള ഒരു കുട്ടി ഞങ്ങൾ പുറത്തേക്ക് ആടിനെ തീറ്റാൻ പോയ സമയത്ത് കിണറിൽ വീണ് മരിച്ചുപോയി. ബാക്കി ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മരണപ്പെട്ടതിന് ശേഷം വാപ്പാക്ക് അവന്റെ അനുജനില്ലാതെ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് അനുജനെ പറഞ്ഞയച്ചിട്ടില്ല, ഞങ്ങളെ 10 പേരെ പറഞ്ഞയച്ചതാണ്. എന്തായിരുന്നു ആ മരണപ്പെട്ടുപോയ കുട്ടിയുടെ പേര്? അത് യൂസുഫ് എന്നായിരുന്നു. അനുജന്റെ പേരെന്താ? ബിന്യാമീൻ എന്നാണ് അവന്റെ അനുജന്റെ പേര്. അവന് വാപ്പന്റെ അടുത്ത് അവിടെ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു, വർത്താനങ്ങളൊക്കെ പറഞ്ഞു, ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ ഏതാ 10 പേർക്കും അവരുടെ ഒട്ടകപ്പുറത്ത് എടുക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ എല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, വലമ്മാ ജഹസഹും ബിജഹാസിഹിം, നല്ല സൽക്കാരവും നല്ല സ്വീകരണവും ഒക്കെ കൊടുത്ത് അന്ന് അവിടെ താമസിപ്പിച്ചു. പിറ്റേന്ന് യാത്ര അയക്കുമ്പോൾ ഇവരുടെ ഒട്ടകം എടുക്കാൻ മാത്രമുള്ള വിഭവങ്ങളൊക്കെ കെട്ടിക്കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഇതാ ഖാല ഉത്തൂനി ബിഅഖില്ലക്കും മിൻ നബീക്കും, ഇനി നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ പിതാവിൻ്റെ ഭാഗത്തുകൂടെ ഉള്ള ഒരു സഹോദരനും കൂടി ഉണ്ടല്ലോ, ബിന്യാമീൻ, അവനെയും കൂടെ നിങ്ങൾ അരി വാങ്ങാൻ വേണ്ടി വരുമ്പം കൊണ്ടുവരണം. അലാ തറൗന അന്നീ ഊഫിൽ കൈല, നിങ്ങൾ കണ്ടില്ലേ വന്നവർക്ക് ഞാൻ പള്ള നിറച്ചും തന്നില്ലേ, പൂർണ്ണമായി ഞാൻ വാരിക്കോരി തന്നില്ലേ. വഅന ഖൈറുൽ മുൻസിലീൻ, നല്ല സൽക്കാരവും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ലേ. എന്തൊരു സൽക്കാരം ഞാൻ നിങ്ങൾക്ക് തന്നത്, വേറെ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് എമ്പാടും വാരിക്കോരി ഞാൻ തന്നിട്ടുമുണ്ട്. ഫഇല്ലം തഅ്തൂനി ബിഹി, ഇനി അടുത്ത വരവിന് നിങ്ങൾ ആ അനുജനെ നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഫലാ കൈലലക്കും ഇന്ദി, നിങ്ങൾക്കിവിടെ റേഷനില്ല കേട്ടോ, നിങ്ങൾക്കിവിടുന്ന് ധാന്യമില്ല. വലാ തഖറബൂൻ, നിങ്ങൾ ഇങ്ങോട്ട് അടുക്കുകയും വേണ്ട. കാരണം നിങ്ങൾ കളവ് പറയുന്നവരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം തീർക്കണമെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് വേണം. ആരെങ്കിലും ഇതിന് സാക്ഷി നിൽക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെ പരിചയമുള്ള ആരും ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, കാരണം ഞങ്ങൾ അങ്ങ് ഗ്രാമത്തിന്റെ ഉള്ളിലുള്ളവരാണ്. അപ്പൊ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, പിന്നെ ഒന്നേ മാറുകയുള്ളൂ, അടുത്ത വരവിന് നിങ്ങൾ ബിന്യാമീനും കൂട്ടി വരണം, അല്ലെങ്കിൽ നിങ്ങൾ കളവ് അറിയുന്നവരാണോ എന്നൊക്കെ സംശയമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ല. ആ സമയത്ത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ബാപ്പയുമായൊന്ന് ചർച്ച ചെയ്യട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. വാപ്പ സമ്മതിച്ചാൽ തീർച്ചയായും ഞങ്ങൾ അവനെയും കൊണ്ടുവരും. ഇവിടെ നമ്മൾ ചിന്തിക്കണം, മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത സൽക്കാരം നടത്തി എന്ന് പറഞ്ഞല്ലോ. അത് പറഞ്ഞു എന്ന് മാത്രല്ല, വഅന ഖൈറുൽ മുൻസിലീൻ, സൽക്കാരം നടത്തുന്നവരിൽ വെച്ച് ഏറ്റവും ഖൈറായവനാണ് ഞാന്. ഇത് ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയാണല്ലോ അത്. ഇബ്രാഹിം നബി വലിയ സൽക്കാരപ്രിയനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അതിഥികൾക്ക് സൽക്കാരത്തിന് തെരഞ്ഞെടുത്ത മണ്ണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തട്ടകമായ മക്കയാണല്ലോ. എന്താണ് ഇതിന്റെ കാരണം? ഇബ്രാഹിം നബി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് കഴിക്കുന്നതിന് മുമ്പ് 2-3 മൈല് ദൂരം നടന്നു നോക്കും. എന്തിനു വേണ്ടി? ഒരാളെങ്കിലും കിട്ടുമോ? കിട്ടിയാൽ അയാളെയും കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൂട്ടിയല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല. അത്ര വലിയ സൽക്കാരപ്രിയനായതുകൊണ്ട് ആ ഇബ്രാഹിം നബിയെ ആദരിച്ചുകൊണ്ടാണ് അള്ളാഹു അവന്റെ അടിമകൾക്ക് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ആതിഥേയത്വം വഹിക്കാൻ ഇബ്രാഹിം നബിയുടെ കേന്ദ്രമായ മക്കയെ തെരഞ്ഞെടുത്തതെന്ന് പണ്ഡിതന്മാര് പറയുന്നു. ആതിഥ്യ മര്യാദ എന്നത് നമ്മൾ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട വലിയൊരു സൽസ്വഭാവമാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസിൽ കാണാം, ലാ ഖൈറ ഫീമൻ ലാ യുളീഫ്, സൽക്കരിക്കാൻ താല്പര്യമില്ലാത്ത മനുഷ്യനിൽ നിന്ന് ഒരു നന്മയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മളെ ഭക്ഷണം നാം കൈകൊണ്ട് അധ്വാനിച്ചത്, നമ്മുടെ കൈകൊണ്ട് നിർമ്മിച്ചത്, അത് പരമാവധി ആളുകളുടെ പള്ളയിലാക്കാൻ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. അതാ ബാക്കിയുണ്ടാകുക. ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, ആ
ടാങ്കിൽ കടുപ്പവും. ആളുകൾക്ക് ഫലം കിട്ടണമെങ്കിൽ, പരലോകത്ത് നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ആഹാരം നല്ല ആളുകളെ ധാരാളം തീറ്റിപ്പിക്കണം. അത് വലിയൊരു പുണ്യകർമ്മമാണ്. നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ച് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പ്രതിഫലമുള്ള സംഗതിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ ദഖലൽ ലൈഫു ബൈതൻ ദഖല മഅഹു അൽഫു റഹ്മാ. ഒരതിഥി നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ അവന്റെ കൂടെ 1000 റഹ്മത്താണ് വരുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് നമ്മളെ അടുക്കളുടെ ഭാഗത്തുള്ള മാവിന്റെ മുകളിൽ നിന്ന് ഒരു കാക്ക എറിഞ്ഞാട്ടിയ കദീസായിനെ വിരുന്നാരെ വിളിച്ച് വരുത്തുക. ആകെ നായി ഐഡിയ അവിടെ ഇട്ടത്. പെണ്ണുങ്ങൾ പറയും, കാക്ക കുറിയ വിരുന്നുകാർ വരുമോ, അത് അന്ധവിശ്വാസമാണ്. വേറെ ചിലരോ അടുപ്പിൽ ഇങ്ങനെ വിറക് കത്തിച്ച് ഊതുകയാണ്. ചിലപ്പോൾ എത്ര ഊതിയാലും കത്തൂല, ചകിരി വെച്ചല്ലേ. ഇപ്പൊ കുറേ ഊതുമ്പോൾ ഒന്ന് വിളിച്ചു കേട്ടും. പിന്നെ 2 ഇതായിട്ട് വെച്ചു കൊടുക്കാണ് ഓലക്കൊടി. അപ്പാണെങ്കിലോ ഉള്ളത് ഒന്നായിട്ടായിട്ട് കത്തിപ്പാളും. അപ്പൊ പാത്തുമ്മ പറയും, കുത്തി കെടുക്കും ആളെ, അല്ലേ തന്നെ ഇവിടെ വെറും കോലില്ലാത്ത വിരുന്നുകാർ വരും. ഇവിടെ എങ്ങനെ തീ ആളിക്കത്തിയ വിരുന്നുകാർ വരും. അത് വേറൊരു അന്ധവിശ്വാസ. പക്ഷേ വിരുന്നുകാർ വരരുത് എന്ന മനസ്സോ അത് ദുഷിച്ച മനസ്സാണ്. പരമാവധി വരട്ടെ, വിരുന്നുകാർ വരട്ടെ. ലാ ഖൈറ ഫീമൻ ലാ യുളീഫ്. വിരുന്നൂട്ടാൻ താല്പര്യമില്ലാത്തവനിൽ ഒരു നന്മയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇബ്രാഹിം നബിന്റെ കുടുംബത്തിൽ നിന്ന് വലിയൊരു പാഠം, അനിത്തബി മില്ലത്ത ഇബ്രാഹിം ഹനീഫ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യ നിങ്ങൾ പിന്തുടരണമെന്ന് ഖുർആൻ നമ്മളോട് വ്യക്തമായി പഠിപ്പിച്ചതാണ്. ആ കുടുംബത്തിന്റെ വലിയൊരു സ്വഭാവമാണ് ആളുകൾക്ക് ആഹാരം കൊടുക്കുക. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ യൂസുഫ് നബി ജനിച്ചതിന്റെ പേരിൽ 1000 ആടുകളെ അറുത്ത് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അതാണ് ആ കുടുംബത്തിന്റെ സ്വഭാവം. ആതിഥേയത്വം വഹിക്കുമ്പോൾ വളരെ നല്ല ആതിഥേയരായി നമ്മൾ പെരുമാറണം. അതാണ് യൂസുഫ് നബി പറഞ്ഞത്, ഞാൻ ഏറ്റവും നല്ല ആതിഥേയനാണ്. എങ്ങനെയാണ് ആതിഥേയത്വം വഹിക്കേണ്ടത്? വിശാലമായി പറയേണ്ട വിഷയങ്ങളാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഒരുപാട് മര്യാദ പഠിപ്പിച്ചു. അതിഥിയായി പോകുന്നവർക്കും സൽക്കാരം നടത്തുന്നവർക്കും കുറെ മര്യാദയുണ്ട്. അതിഥിയായി പോകുന്നവനെ വിളിക്കപ്പെട്ടാൽ ക്ഷണിച്ച സമയത്ത് മാത്രമേ അവിടെ എത്താവൂ. നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഉച്ചക്ക് ചോറ് തിന്നാൻ നമ്മളെ പുരക്കെത്തണം. അങ്ങനെ ഒരാൾ ക്ഷണിച്ചത്, എന്നാൽ ആ ഉച്ചക്കേ നമ്മൾ അവിടെ പോകാവൂ. അവിടെ ഒരു ചങ്ങായി എന്നേതായാലും വേറെ പണിയൊന്നുമില്ല, നേരത്തെ കാലത്തെ അവിടെ പോവാ എന്ന് പറഞ്ഞ് 10 മണിക്ക് തന്നെ അവിടെ പോയി ലാൻഡ് ചെയ്താൽ പ്രശ്ന. കാരണം എന്താ, ഇവര് വന്ന ഉടനെ എവിടെ ഇരുത്തണം, എന്തു കൊടുക്കണം, ഇതൊക്കെ തർത്തീബാക്കി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്ക് അതിഥി വന്നാൽ ഇവരാകെ അവിടെ നിന്ന് ബേജാറാവും. പിന്നെ എന്താ ഇപ്പൊ തൽക്കാലം പനി കുടിക്കാൻ കൊടുക്കുക, എവിടെ പോയി ഇരുത്തുക, അങ്ങനെ അവരെ ബേജാറ്. ഇവനെ വിളിച്ചു കുടുങ്ങിയോന്നായിപ്പോ. അത്ര നേരത്തെ പോകരുത്, പറഞ്ഞാൽ വിളിച്ച നേരത്തെ മാത്രം പോവാ. രണ്ടാമത്, നമ്മൾ അന്യരുടെ പുറയിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ പുറത്തിരിക്കുക, അല്ലെങ്കിൽ സ്വീകരണ മുറിയായി പ്രത്യേകം നിർണയിക്കപ്പെട്ട സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുക. ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരമാവധി അകത്തേക്ക് കാണുന്ന ഡോറിന്റെ സമീപത്ത് ഇരിക്കാൻ പാടില്ല, മാറിയിരിക്കണം. കാരണം അകത്തൂടെ സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നത് ഒഴിവാക്കാൻ വേണ്ടി മാന്യതയുള്ള ആളുകൾ അന്യരെ വീട്ടിൽ കയറിയാൽ ഡോറിന്റെ സമീപത്തിരിക്കരുത്. ഇതുപോലെ വലിയ വലിയ ആളുകളെ കൂടി ക്ഷണിച്ച സൽക്കാരമാണെങ്കിൽ, വലിയ സയ്യിദന്മാരും ആലിമീങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഉന്നതമായ ഇരിപ്പിടങ്ങളിൽ നമ്മൾ സാധാരണക്കാർ കയറിയിരിക്കരുത്. അങ്ങനെയുണ്ട്. അൻസിലിന്നാസ മനാസിലോ, ജനങ്ങൾക്ക് ഓരോരുത്തർക്കും അർഹിക്കുന്ന സ്ഥാനത്ത് ഓരോരുത്തരെ ഇരുത്തണം. അവിടെ നമ്മൾ പോയിട്ട് പൂച്ചിരിക്കുമ്പോൾ എങ്ങനെ ഇരുന്ന്, എന്താ ഞാനും സൽക്കാരത്തിന് വന്നല്ലേ, ഓലും സൽക്കാരത്തിന് വന്നല്ലേ എന്ന് പറയാൻ പാടില്ല. നമ്മൾ അവിടെ നമുക്ക് പറ്റിയ സ്ഥലത്തിരിക്കണം. റസൂലുള്ളാഹി നിങ്ങൾ അങ്ങനെയാ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ സൽക്കാരത്തിന് ചെന്നാൽ എന്താണ് ഭക്ഷണം എന്നൊരു കാരണവശാലും ചോദിക്കാൻ പാടില്ല. അവിടെ പോയിട്ട് ബിരിയാണിയാ, കോഴിയാ, ആടാ, പോത്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇവൻ നുണ കാണിക്കുക, അതൊന്നും പറയാൻ പാടില്ല. അവിടെ ഇരിക്കുക, എന്താ കൊണ്ടുവരുന്ന വെച്ചാൽ അതിന്റെ ശേഷം കാണുക. പിന്നെ ചോറായോ, റെഡിയായോ, ഇങ്ങനെ ചോദിച്ചും ശല്യപ്പെടുത്തരുത്. അതൊക്കെ മാന്യതയുടെ ഭാഗമാണ്. എന്നാൽ ആതിഥേയൻ, സൽക്കരിക്കുന്ന ആള് വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്, ഒരു അതിഥിയെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിച്ച അതിഥി വന്ന സമയത്ത് തന്നെ നമ്മൾ അയാൾക്ക്, ക്ഷണിച്ച സമയത്താണ് എത്തിയതെങ്കിൽ അയാളെ സമയത്തിന്റെ വില നമ്മൾ മാനിക്കണം. അവിടെ വേറെ കുറെ ആൾക്കാർ വരാനുണ്ട്, ഇവർ വരാൻ വീണ്ടും വീണ്ടും വൈകുകയാണ്.
അതിനനുസരിച്ച് ഈ വന്ന ആളെ നമ്മൾ വെച്ച് താമസിപ്പിക്കരുത്. വേഗം അയാൾക്കുള്ളത് കൊടുക്കണം, താമസിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ പരമാവധി വീട്ടുകാരനാണ് ആദ്യം കൈകഴുകി ഇരിക്കേണ്ടത്. പുരക്കാരൻ ഇരിക്കണം. ഒരു സംഘം ഇരിക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി ഒന്നോ രണ്ടോ ഉണ്ട്, ആ രണ്ടിലും വീട്ടുകാരിൽ ഓരോരുത്തരെങ്കിലും ഇരുന്ന് കൊടുക്കുക. ചമ്മന്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. വേറെ ആള് അച്ചാറൊക്കെ അങ്ങനെ തന്നെ കമഴ്ത്തി കൊടുക്കണം. എന്നാൽ ഈ വിരുന്നുകാരനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഭക്ഷണമായിരിക്കും അന്നുണ്ടാകുക. ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ച് അവരെടുത്ത് കഴിക്കണം. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണിത്. ലാ തുകല്ലിഫുൽ ലൈഫ ഫതുബഗിലൂ. നിങ്ങൾ ഒരിക്കലും വിരുന്നുകാരനെ നിർബന്ധിപ്പിക്കരുത്. നിർബന്ധിപ്പിച്ചാൽ വിരുന്നുകാരന്റെ മനസ്സ് വെറുക്കും. വിരുന്നുകാരന്റെ മനസ്സ് വെറുത്താൽ അള്ള വെറുക്കും. 1000 റഹ്മത്തിന്റെ കൂലി ഒരു വിരുന്നുകാരൻ വന്നാൽ നമുക്ക് കിട്ടണമെങ്കിൽ അയാളെ വെറുപ്പിച്ചു വിടരുത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിരുന്നുകാരൻ പോകുകയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞു മര്യാദയുണ്ട്. ഇന്ന മിൻ അദബിൽ ലൈഫി അൻ യുശയ്യിഅഹു ഇലദ്ദാർ. ഈ വിരുന്നുകാരന്റെ കൂടെ വീടിന്റെ ഗേറ്റ് വരെ നമ്മൾ നടന്നു പോകുക, അത് മര്യാദയിൽപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടല്ലോ, ഭക്ഷണം കഴിച്ചാൽ എന്നാ പിന്നെ നിങ്ങൾ പോകില്ലല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വേഗം ഗ്രിൽസിന്റെ പൂട്ട് എടുത്ത് പൂട്ടാൻ നോക്കലല്ല. നമ്മൾ ഇവരെ കൂടെ ഇറങ്ങുക. നമ്മളെ ഗേറ്റിന്റെ അടുത്തരെ പോയിട്ട് ഇപ്പം വീടും വഴിയൊക്കെ അറിഞ്ഞല്ലോ, ഇനി കുട്ടികളെയും മക്കളെയും ഒക്കെ ആയിട്ട് ഇടക്കിടക്ക് വരണം കേട്ടോ എന്ന് പറഞ്ഞ് നല്ലൊരു യാത്രയപ്പ്. ഇങ്ങനെയാണ് സൽക്കാരം നടത്തേണ്ടത്. നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കണ്ടില്ലേ നിങ്ങൾ, വാന ഖൈറുൽ മുൻസിലീൻ, ഞാൻ നല്ല സൽക്കാരല്ലേ നിങ്ങൾക്ക് നൽകിയത്, അതുകൊണ്ട് എന്നെ വിശ്വസിക്കണം. ദുരുദ്ദേശം കൊണ്ടല്ല, നിങ്ങൾ അനുജനെയും കൂടി കൊണ്ടുവരും, നിങ്ങളെ ഗുണത്തിനാണ്. ഇത് പറഞ്ഞവരെ വിടുകയാണ്. അങ്ങനെ അതാ വാപ്പയുമായി സംസാരിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം. പക്ഷേ ആ ഇടക്ക് ബഹുമാനപ്പെട്ടവർ അതാ പറയുന്നു, എന്താ പറയുന്നത്, ഒരു കാര്യം ചെയ്യണം. ആരോട്? ബിന്യാമീനുമായി നേരത്തെ ഈ തൻ്റെ കൂട്ടുകാരുമായി നേരത്തെ അദ്ദേഹം ഒരു പദ്ധതി ഏർപ്പാട് ചെയ്തു. ബിന്യാമീനെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം. ആ തന്ത്രത്തിന്റെ ഭാഗമായി പറഞ്ഞു, നിങ്ങൾ ഇവര് അരിക്ക് വേണ്ടി തന്ന വിലയായ സാധനം ഉണ്ടല്ലോ, ആ വില, അവരുടെ കാശ് അവരെ അരിസഞ്ചിയിൽ തന്നെ അവരറിയാതെ നിങ്ങൾ വെക്കണം. എന്തിനു വേണ്ടി? നാട്ടിലെത്തിയാൽ നമ്മളോട് ഇത്രയും വിഭവങ്ങൾ തന്നു, സൽക്കരിച്ചു, ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ കൊടുത്ത സംഖ്യ ഇങ്ങോട്ട് തിരിച്ചു തരികയാണല്ലോ ചെയ്തത് എന്ന് മനസ്സിലാക്കി വീണ്ടും ബിന്യാമീനെയും കൂട്ടി തിരിച്ചെത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവരെടുത്തൊരു തന്ത്രം കൂടിയാണ്. തൻ്റെ കുട്ടികളോട് പറഞ്ഞു, തൻ്റെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, അവര് കൊണ്ടുവന്ന വില അവരുടെ സഞ്ചിയിൽ തന്നെ നിങ്ങൾ നിക്ഷേപിക്കുക. ലഅല്ലഹും യഅരിഫൂനഹാ ഇദൻഖലബൂ ഇലാ അഹ്ലിഹിം. വീട്ടിലെത്തിയാൽ അവരിത് തിരിച്ചു മനസ്സിലാക്കാനും ലഅല്ലഹും യർജിഊൻ, ഇത്ര ഔദാര്യം ചെയ്തതിന്റെ പേരിൽ അവർ തിരിച്ചു വരാനും കാരണമാകും. അതുകൊണ്ട് നിങ്ങൾ അവരെ വില അങ്ങനെ തന്നെ വെക്കുക. അങ്ങനെ അതാ അവര് സന്തോഷത്തോടെ അവരുടെ ഒട്ടകങ്ങളെയുമായി അവർ യാത്ര തിരിച്ചു കൻആനിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ യൂസുഫ് നബി സ്വല്ലല്ലാഹു വസ്സലാമിന്റെ ജ്യേഷ്ഠന്മാർ അവര് നാട്ടിലേക്ക് എത്തുകയാണ്. നാട്ടിലേക്കെത്തിയപ്പോൾ പിതാവിനോട് സംഗതികളൊക്കെ പറഞ്ഞു. ഇതാ നമുക്ക് നന്നായി സൽക്കാരം കിട്ടുകയും എല്ലാ സൗകര്യങ്ങളും തരികയും ചെയ്തു. ഇനി അദ്ദേഹം ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, വാപ്പാ, ബിന്യാമീനെ കൂടെ തിരിച്ച് ഞങ്ങൾ രണ്ടാമത് പോകുമ്പോൾ കൊണ്ടു ചെല്ലണമെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അല്ലാഹു തുടർന്ന് പറയുന്നത്, ഫലമ്മാ റജഉ ഇലാ അബീഹിം ഖാലു യാ അബാനാ മുനിഅ മിന്നൽ കൈലു ഫാർസിൽ മഅനാ അഖാനാ നക്തൽ വ ഇന്നാ ലഹു ലഹഫിളൂൻ. രാജാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് അരി കിട്ടണമെങ്കിൽ നമ്മുടെ അനുജനായ പ്രിയപ്പെട്ട ബിന്യാമീനെയും കൂടെ കൊണ്ടു ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സമ്മതിക്കണം, ബിന്യാമീനെ സൂക്ഷിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. കാക്കമാര് പറഞ്ഞു. ഉടനെ തന്നെ വാപ്പ ചോദിച്ചു, ഖാല ഹൽ ആമനുക്കും അലൈഹി ഇല്ലാ കമാ മിൻതുക്കും അലാ അഖീഹി മിൻ ഖബൽ. നിങ്ങൾ ഇങ്ങനെ പറയുന്നു, ഓനെ സൂക്ഷിക്കും, ഞങ്ങൾ നോക്കും. ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും? ഇതിന്റെ മുമ്പ് അവന്റെ ജ്യേഷ്ഠനെ നിങ്ങൾ തിരിച്ചെത്തിക്കുമെന്നും നിങ്ങൾ സംരക്ഷിക്കുമെന്നും പറഞ്ഞ് കൊണ്ടുപോയതല്ലേ. അതുകൊണ്ട് ഞാൻ എങ്ങനെ നിങ്ങളുടെ ഈ വാക്ക് വിശ്വസിക്കും?
ഫല്ലാഹു ഖൈറുൻ ഹാഫിളാ, അതുകൊണ്ട് നിങ്ങൾ ഓനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അള്ളയാണ് ഏറ്റവും നല്ല സംരക്ഷകൻ. വഹുവ അർഹമുർ റാഹിമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനുമാണ് എന്ന് മറുപടി കൊടുക്കുകയും ചെയ്തു. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് വലമ്മാ ഫതഹു മതാഅഹും, പിന്നെ എല്ലാവരും കൂടി കിട്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി സഞ്ചി തുറന്നു നോക്കുക. സഞ്ചി തുറന്നു നോക്കുമ്പോ ഏതാ വജദൂ ബിളാഅത്തുഹും റുദ്ദത്ത് ഇലൈഹിം, അവർ അരിക്ക് വേണ്ടി കൊടുത്ത വില അവരെ സഞ്ചിയിൽ തന്നെ കാണുന്നു. ഇത് കണ്ടതോടെ അതാ ഇക്കാക്കമാര് വാപ്പയോട് പറയുന്നു, ഖാലു യാ അബാന മാ നബഗി, ഓ ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പാ, ഇനി നമ്മൾ ഇതിന്റെ അപ്പുറത്ത് എന്ത് തെളിവാണ് അന്വേഷിക്കേണ്ടത്? അദ്ദേഹം എത്ര വിശ്വസ്തനാണ്, ഇനി വേറെ തെളിവ് വേണോ? കണ്ടില്ലേ, എടുക്കാൻ മാത്രം വിഭവങ്ങൾ തന്നു, അതിന്റെ പുറമെ കൊടുത്ത വിലയും തിരിച്ചു തന്നു. ഇദ്ദേഹത്തിന്റെ സമീപത്തേക്ക് നമ്മൾ അനുജനെ കൊണ്ടുപോയാൽ ഒന്നും വരാനില്ല വാപ്പ, അതുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങളേറ്റു. എന്നിട്ട് അവർ പറയുകയാണ്, വനമീറു അഹ്ലന വനഹ്ഫദു അഖാന, നമ്മളെ കുടുംബത്തിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞങ്ങൾ ചുമന്നു കൊണ്ടുവരും, ഞങ്ങളെ സഹോദരനെ ഞങ്ങൾ സംരക്ഷിക്കും. വനസ്ദാദു കൈല ബഈർ, അനുജം പോന്നാ നഷ്ടൊന്നും ഏതായാലും വരാനില്ലല്ലോ, ഒരൊട്ടകത്തിന് ചുമക്കാനുള്ള വിഭവം കൂടി കൂടുതൽ കിട്ടുമല്ലോ. ദാലിക കൈലുൻ യസീർ, ഇതൊക്കെ ആ വലിയ രാജാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരവുമാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ ഏറ്റു വാപ്പാ എന്ന് പറഞ്ഞ് നന്നായി വാപ്പന്റെ മുമ്പിൽ 10 മക്കളും അവതരിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ വിടി, കാരണം നമ്മൾ വല്ലാത്ത ദാരിദ്ര്യത്തിലല്ലേ ഉള്ളത്, വലിയ കുടുംബല്ലേ നമ്മള്. ഇപ്പതാ 40 കൊല്ലം കഴിഞ്ഞു, ഓരോരുത്തർക്കും മക്കളായി, ഒരുപാട് കുട്ടികളായി, അങ്ങനെ 100 കണക്കിന് അംഗങ്ങളുള്ള വലിയ കുടുംബത്തിന് ഇതൊന്നും മതിയാവൂല. അതുകൊണ്ട് അരി കിട്ടണം, വിഭവം കിട്ടണം, അനുജനെ കൂടി പറഞ്ഞയച്ചില്ലെങ്കിൽ റേഷൻ മുടങ്ങിപ്പോകും എന്ന് കരഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചു. ആ സമയത്ത് അവസാനം നിവൃത്തിയില്ലാതെ വാപ്പ സമ്മതിക്കുകയാണ്. സമ്മതം കൊടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഏതായാലും ഞാൻ നിങ്ങളെ കൂടെ പറഞ്ഞേക്കുന്നു, അതിന് പക്ഷേ വെറുതെ ഞാൻ അങ്ങ് പറഞ്ഞേക്കൂല. അള്ളാനെ മുൻനിർത്തി നിങ്ങൾ ഒരു കരാർ ഉടനെ എഴുതണം. എന്താണ് കരാർ എഴുതേണ്ടത്? ഈ കുട്ടിയല തൗത്തുന്നനീ ബിഹി, തീർച്ചയായും എൻ്റെ മകനെ നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കുമെന്ന് കരാർ എഴുതണം. ഇല്ലാ യുഹാത്തബിക്കും, നിങ്ങളെ കൂടി ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പൊതു ദുരന്തം വന്ന് എല്ലാവരും കൂടി മരിച്ചുവാണ്, പിന്നെ നിവൃത്തിയില്ലല്ലോ. അല്ലാത്ത രീതിയിൽ എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാതെ നിങ്ങൾ തിരിച്ചെത്തിക്കണം. അങ്ങനെ ഫലമ്മാ തൗഹു മൗസിഖഹും, അവരാ കരാർ അനുസരിച്ച് പിതാവുമായി കരാർ എഴുതി. കരാർ എഴുതിയ ഉടനെ തന്നെ വാപ്പ പറഞ്ഞു, ഖാലല്ലാഹു അലാ മാ നഖൂലു വകീൽ, നമ്മൾ ഈ പറഞ്ഞതിന് അല്ലാഹ് സാക്ഷിയാണ് കേട്ടോ എന്നും പറഞ്ഞ് കരാർ എഴുതിയതിനു ശേഷമാണ് ബിന്യാമീനിനെ ഇക്കാക്കമാരുടെ കൂടെ പറഞ്ഞേക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ തീരുമാനിച്ചത്. ചുരുക്കി പറയുകയാണ്, അങ്ങനെ യാത്ര പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ പോകുമ്പം വളരെ ശ്രദ്ധിക്കണേ. നിങ്ങളപ്പോ കണ്ടാൽ എന്താ വല്ലാത്ത അത്ഭുതപ്പെട്ടു പോകും. 10 കുട്ടികൾ 11 മക്കൾ ഇങ്ങനായിട്ട് അണിനിരന്നാൽ ഏതൊരാളും നോക്കി നിന്നുപോകും. അങ്ങനത്തെ കാഴ്ചയാണ്. ആ രീതിയിലുള്ള സൗന്ദര്യവും ആകാരവും ആരോഗ്യവും എല്ലാം മേളിച്ച ഒരേ ക്രമത്തിലുള്ള മക്കൾ. അങ്ങനെയാണല്ലോ ചില ആൾക്കാരെ കുട്ടികളെ മുഖത്ത് നോക്കിയാലും ഇങ്ങനെ ഉണ്ടാവും. പൂച്ചന്റെ മുഖത്ത് നോക്കി എല്ലാവർക്കും ഒരേ മുഖച്ചായം, ഒരേ ശൈലി, ഒരേ വണ്ണം, ഒരേ വലിപ്പം. ഇങ്ങനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് വല്ലാത്ത അസൂയയും തോന്നും. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞും പോവും. അതുകൊണ്ട് വാപ്പ പറഞ്ഞതെന്താ? ഖാല യാ ബനിയ്യ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്, എൻ്റെ കുട്ടികളെ, നിങ്ങൾ ഈജിപ്തിലേക്ക് കടക്കുമ്പോഴും കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും നിങ്ങളൊന്നും എല്ലാവരും കൂടി ഒരു ഡോറിലൂടെ ഒന്നിച്ച് കടക്കരുതേ. യാക്കൂബ് നബി സ്വലാം മക്കളോട് പറയുകയാണ്, വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്തമായ ഡോറുകളിലൂടെ നിങ്ങൾ പ്രവേശിക്കാവൂ. കാരണം എന്താ? ഏതെങ്കിലും കരിനാക്കുള്ളവൻ, ഏതെങ്കിലും കണ്ണുള്ളവൻ ചിലപ്പോ അങ്ങ് പറഞ്ഞു 18-ാം വട്ട തെങ്ങുമേൽ തേങ്ങ ഉണ്ടായ മാതിരി എന്നൊക്കെ അത് പറഞ്ഞാല് ചിലപ്പോൾ വീണു. അങ്ങനെയുള്ള ഈ കണ്ണ് എന്ന് പറഞ്ഞ് വല്ലാത്തൊരു സംഗതിയാണ്.